ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് സംസാരമായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടനെ എതിരെ ഒരു പെൺകുട്ടി സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, ഈ ഒരു വ്യക്തി എൻ്റെ മാറിടത്തിലേക്കാണ് നോക്കിയത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുണ്ടെങ്കിൽ ഈ ഒരു ഓട്ടോക്കാരൻ ചേട്ടനുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പൊക്കെയും ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷം ഈ ഒരു ഓട്ടോ ഓടിച്ചിരുന്ന ചേട്ടനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. അദ്ദേഹം ഒരു മലയാളി തന്നെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അമ്മയും 2 മക്കളും കൂടി, ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുണ്ടെങ്കിൽ ഓട്ടോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കയറിയതിന് ശേഷം ഈ ഒരു ഓട്ടോ ചേട്ടൻ ഓട്ടോ ഓടിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്കുണ്ടെങ്കിൽ പുറകിലോട്ട് നോക്കുന്നുണ്ടായിരുന്നു. പുറകിലെന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, പിറകിൽ നിന്ന് വണ്ടി വരുന്നു എന്നറിയാനുള്ള ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് ഈ പുറകിലിരുന്ന പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ചെയ്തിട്ടുണ്ടായിരുന്നു. നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് നോക്കുന്നതിൻ്റെ മാറിടത്തിലേക്ക് നോക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടത് ഈ ഒരു ചേട്ടനുണ്ടെങ്കിൽ ഉടനെ തന്നെ വണ്ടി ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ സൈഡിൽ ഒതുക്കിയതിന് ശേഷം ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നുമല്ല, ഞാനുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് മിററിലാണ് നോക്കിയത്, അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സണലായിട്ടുള്ള സ്ഥലത്തേക്കൊന്നും നോക്കിയതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ഈ പെൺകുട്ടി അല്ല, നീ എൻ്റെ ഈ ഒരു മാറിടത്തിൽ തന്നെയാണ് നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഈ ഒരു ചേട്ടൻ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്താണ് ഈ ചേട്ടൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് കണക്ക് എൻ്റെ ഓട്ടോയിൽ പല പെൺകുട്ടികളും കയറിയിട്ടുണ്ട്, ഇതുവരെ ഒരു അനുഭവം പോലും അവർക്കുണ്ടായിട്ടില്ല ഇങ്ങനത്തെ. ആരെങ്കിലും ഇത് കണക്ക് എൻ്റെ ഓട്ടോയിൽ കയറിയവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, ഇങ്ങനെ എങ്ങാനും ഞാൻ പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ ഒരു മോശമായിട്ടൊന്നും തന്നെ പെരുമാറിയില്ല. എന്നിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഗ്ലാസ്സും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഗ്ലാസ്സിലൂടെ നോക്കിയാൽ പിറകിൽ വരുന്ന വണ്ടികളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ, അകത്ത് പിറകിലത്തെ സീറ്റ് ഇരിക്കുന്നവരൊന്നും അങ്ങനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാനുണ്ടെങ്കിൽ ഇത് കണക്ക് മാറിടത്തിൽ നോക്കിയെന്നൊക്കെ. ഇത്രയും കാലമായിട്ട് ഞാൻ ആരെയും ഒന്നും തന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇങ്ങനെ ആ ഒരു പെൺകുട്ടി തെറ്റിദ്ധരിച്ചതെന്ന് മനസ്സിലാവുന്നില്ല, ഭയങ്കര വിഷമം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ എടുത്ത ഒരു ഓട്ടോ ചേട്ടനുണ്ടെങ്കിൽ ഭയങ്കര കരഞ്ഞൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം ഈ ഒരു വ്യക്തിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോലീസ് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ പോകാമെന്നുള്ള രീതിയിൽ. പക്ഷേ അതിനുശേഷം ഒരു പെൺകുട്ടിയും ആ സഹോദരി അതുപോലെ തന്നെ അമ്മയൊക്കെ അങ്ങ് പോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പം ചർച്ചാ വിഷയമാവുന്നതിൻ്റെ കൂടെ തന്നെ മറ്റേ ഷിംജിതയുടെ ഒരു കാര്യം ചർച്ചയാവുന്നുണ്ട്. അന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ഒരു പെൺകുട്ടി ഇട്ടതിന് ശേഷം ആ ഒരു വ്യക്തി തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇതുണ്ടെങ്കിൽ ഇത് കണക്ക് വീഡിയോ എടുത്ത് തൻ്റെ സത്യാവസ്ഥ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുന്നതിനുള്ളൊരു ഓപ്ഷനുകളുണ്ടല്ലോ, അതിന് എല്ലാവരും ഉണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് ഈ ഒരു ഓട്ടോക്കാരൻ ചേട്ടന് സപ്പോർട്ടായിട്ടാണ് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്.